ലൈഫിൽ ഞാൻ തോറ്റു പോയോ എന്നൊരു തോന്നൽ എപ്പോഴും വരുന്നുണ്ടോ? നിങ്ങളെ കൂടെയുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഞാൻ മാത്രം എന്ത് ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചു നോക്കി. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങളെ നിരന്തരം അലട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിറ്റ് നിങ്ങൾക്കുള്ളതാണേ. ആദ്യം തന്നെ മനസ്സിലാക്കുക, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇന്നലത്തേനേക്കാൾ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വഴിയിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ എന്തെങ്കിലും പരിപാടിയോ സംരംഭങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് സക്സസ് ആവും. ചില ആൾക്കാർ കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിട്ട് കുറച്ചും കൂടെ ടൈം പീരീഡ് എടുത്തിട്ടായിരിക്കും സക്സസ് ആവുന്നുണ്ടാവുക. ഈ പറഞ്ഞ 2 കാറ്റഗറിയിൽ നമ്മൾ പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് എന്തോ ചെറിയൊരു തകരാറുണ്ടായിരിക്കും. ഒന്നുകിൽ നമുക്ക് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പരിപാടിയിലൂടെ ആയിരിക്കില്ല നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാവുക. രണ്ടാമത്തത്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കളർഫുൾ ലൈഫും കളർഫുൾ റീൽസും ഒക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആൾക്കാരുടെയും സക്സസ്ഫുൾ ആയിട്ടുള്ള കളർഫുൾ റീൽസും കാര്യങ്ങളൊക്കെ അത് വെറും റീല് മാത്രമായിരിക്കും, റിയൽ ലൈഫ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു ഉയരത്തിൽ നിങ്ങളും എത്തിച്ചേരും.